യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്നും വാങ്ങിയെടുത്ത സ്ഥലമാണ് അലാസ്ക. നമുക്കറിയാം, റഷ്യയും ഈ പറയുന്ന US തമ്മിൽ അലാസ്ക മേഖലയിൽ വളരെ ചെറിയൊരു നാരോ സ്ട്രെയിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു കടലിടുക്ക് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം അയൽപക്കക്കാരായി എത്തുന്ന ഒരു അപൂർവ സ്ഥലമാണത്. അലാസ്കയിലെ ആങ്കറേജ് എന്ന് പറയുന്ന നിലവിൽ US സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ അലാസ്കയിൽ വെച്ചാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തുന്നത്. ഉക്രൈനിലെ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇരു രാഷ്ട്ര തലവന്മാരും കൂടിക്കാഴ്ച നടത്തുന്നത്. എല്ലാ മാധ്യമങ്ങളും, ലോകത്തുള്ള സകല മാധ്യമങ്ങളും കൃത്യമായി അങ്ങോട്ടേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് ഈ പറയുന്ന ആങ്കറേജിൽ. കാരണം അതിപ്രാധാന്യമുള്ള ഒരു അടച്ചിട്ട മുറിയിലായിരിക്കും ചർച്ച നടത്തുക. ഇരുവരും തമ്മിൽ ഒരു ഡീലിലേക്ക് എത്തിച്ചേരുമോ, അതോ കൂടുതൽ ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമോ? എന്നിരുന്നാലും അമേരിക്കയുടെ വിരട്ടലൊന്നും റഷ്യയെ ഒരു തരത്തിലും അവരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ റഷ്യയെ ഭയപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇതിനപ്പുറവും റഷ്യ നേരിടാൻ സജ്ജമായി തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ വിരട്ടലുകൾ അല്ലെങ്കിൽ ഏകപക്ഷീയമായ നടപടിക്രമങ്ങളെ ഒന്നും അംഗീകരിക്കാൻ പുടിൻ തയ്യാറാകില്ല. അപ്പോൾ പല ഉപാധികളും വിട്ടുവീഴ്ചകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ടി വരും. ഉക്രൈൻ പ്രസിഡന്റായ വോളോഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഈ ചർച്ച എത്രത്തോളം പ്രാധാന്യമാണ് ഉക്രൈനികളുടെ ജീവനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ. പ്രത്യേകിച്ചും ട്രംപ് നേരത്തെ തന്നെ സെലൻസ്കിയുമായും യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടത്തി ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് ഇതുവരെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളാണ് പരമപ്രധാനമായി ഉള്ളത്. താൽക്കാലികമായി എങ്കിലും ഒരു വെടിനിർത്തൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ട്രംപിന്റെ നയം. ട്രംപ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇലക്ഷനിലേക്ക് വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയമെന്ന് പറയുന്നത് താൻ അധികാരമേൽക്കുന്ന പിറ്റേ ദിവസം തന്നെ കൃത്യമായും ഉക്രൈനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് റഷ്യ യുക്രൈൻ പോരാട്ടം അവസാനിപ്പിക്കും, ഞാൻ ഇടനില നിൽക്കും, ഞാൻ മധ്യസ്ഥത നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമെന്നാണ്. അത് എങ്ങും എവിടെയും എത്തിയില്ല. ട്രംപ് അധികാരമേറ്റിട്ട് മാസങ്ങളേറെ ആയെങ്കിലും അതൊന്നും വാഗ്ദാനം മാത്രമായിരുന്നു. അവിടെയൊന്നും സമാധാനം കൊണ്ടുവരാൻ ട്രംപ് വിചാരിച്ചാൽ കഴിയില്ല, നടക്കുന്ന കേസല്ല എന്ന് എഴുതി തള്ളുന്ന സാഹചര്യമുള്ളപ്പോൾ ട്രംപിന് അത് നാണക്കേടാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മൊത്തത്തിൽ നാണക്കേടാണ്. ഡെമോക്രാറ്റുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കരവിരുത് എവിടെ പോയി? നിങ്ങളാണല്ലോ വലിയൊരു നെഗോഷിയേറ്റർ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങളുടെ വിലപേശലൊന്നും വർക്കൗട്ട് ആകുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ട്രംപിന് നാണക്കേടുണ്ട്. അപ്പോൾ ട്രംപ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു നടപടിക്രമത്തിലേക്ക് പോകുമ്പോൾ റഷ്യൻ പ്രസിഡന്റായ പുടിൻ എന്തായിരിക്കും അതിന് മറുപടി കൊടുക്കുക? ലോക ജനത കാത്തിരിക്കുകയാണ്. കാരണം ഏറ്റവും പ്രാധാന്യമുള്ള, ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളായ രണ്ട് രാജ്യങ്ങൾ, US പഴയ USSRന്റെ പോരാട്ട വീര്യം തെല്ലും കെടുത്താത്ത രീതിയിൽ ഇപ്പോഴും അജയ്യരായി തുടരുന്ന റഷ്യൻ ഫെഡറേഷനും തമ്മിലുള്ള ചർച്ച ഏത് രീതിയിലേക്കായിരിക്കും വഴിതിരിക്കുക? കാതോർത്ത് നിൽക്കുകയാണ് എല്ലാ രാജ്യങ്ങളും.